Good morning dear traders, welcome back to another video of pre-market analysis. നമുക്ക് നമ്മുടെ ഇന്നത്തെ ട്രേഡ് പ്ലാൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞ ട്രേഡ് പ്ലാൻ എത്രത്തോളം മാർക്കറ്റിൽ വർക്കൗട്ട് ആയി ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തേക്ക് പോകാം. ഇന്നലെ നമ്മൾ യൂറോസ്റ്റിയിൽ പറഞ്ഞൊരു വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിയിലായിരുന്നു മാർക്കറ്റിൽ നിന്നിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചെറിയൊരു ബെയറിഷ്നെസ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇന്നലെ ഷോർട്ട് ചെയ്യാൻ മാത്രം കൺഫർമേഷൻസ് നമുക്ക് ഉണ്ടായിരുന്നില്ല. സോ ഇന്നലെ പറഞ്ഞ നമ്മുടെ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു 2-3 FEGs ഉണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് ഈ ഒരു FEGന്ന് മിറ്റിഗേഷൻ കിട്ടിയിട്ടായിരുന്നു മാർക്കറ്റ് ഇന്നലെ അപ്പ് മൂവ്മെന്റ് തന്നത്. സോ ഇന്നലെ പറഞ്ഞത് 2 പോസിബിലിറ്റി. ഒന്ന് ഈ കാണുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത് കാണുന്ന ഈ FEG. എവിടെന്നെങ്കിലും ആയിരിക്കും നമുക്കൊരു ബൈ മൊമെന്റ് കിട്ടാതെ നമ്മൾ പറഞ്ഞു. അത് എക്സാക്ട്ലി ഈ ഒരു FEGന്നായിരുന്നു ഇന്നലെ മാർക്കറ്റ് അപ്പ് ആയിരിക്കുന്നത്. ഈ ഒരു FEG വാലിഡ് ആയില്ല, അതായത് ഈ FEG വാലിഡ് ആയില്ല. സെക്കൻഡ് FEG ആയിരുന്നു ഇന്നലെ വാലിഡ് ആയിരുന്നത്. എന്നിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ ഈ ബൈ സൈഡ് ലിക്വിഡിറ്റി ഇന്നലെ തന്നെ മാർക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബൈ സൈഡ് ലിക്വിഡിറ്റി നമ്മൾ ആക്ച്വലി കഴിഞ്ഞ ആഴ്ച മുതൽ പറയേണ്ടത് ഇതെന്തായാലും മാർക്കറ്റ് എടുക്കും എന്നുള്ള കാര്യം. അത് ഇന്നലെ ഫൈനലി സംഭവിച്ചു. അപ്പോൾ നമ്മുടെ യൂറോസിൽ ഇന്നലത്തെ വ്യൂ കറക്റ്റ് ആയിരുന്നു. നമുക്ക് ഇവിടെ നിന്നായിരുന്നു ഇന്നലെ നല്ല ബൈ എൻട്രീസ് നമുക്ക് യൂറോസിൽ കിട്ടിയത്. പിന്നെ ഈ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ഒരു പ്രീമിയം വരെയാണ്. ഞാൻ പറഞ്ഞായിരുന്നു ഇതൊരു നല്ലൊരു പ്രീമിയം വരെയാണ്. അപ്പോൾ ഇനിയൊരു ഷോർട്ട് സെല്ലിങ് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത് ഇപ്പോൾ ഇവിടെ നിന്നാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോഴും കാണാം, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇപ്പോഴും എന്താണ് ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ് ഇപ്പോൾ യൂറോസിറ്റി വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ ഈ വരുന്ന മണിക്കൂറുകളിൽ ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യൂറോസിറ്റിയിൽ ഷോർട്ട്സ് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പം ഞാൻ പേഴ്സണലി ഈ ഒരു ഏരിയ ഞാൻ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നതായിരിക്കും. ബയേഴ്സ് ഇവിടെ സ്റ്റെപ്പിൻ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ നോക്കും. അതിനനുസരിച്ചായിരിക്കും എൻ്റെ ട്രേഡ് പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം. അപ്പോൾ യൂറോസിറ്റിയിലുള്ള എൻ്റെ ഇന്നത്തേക്കുള്ള ട്രേഡ് പ്ലാൻ ഇതാണ്. ബിഫോർ ദാറ്റ് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇന്ന് യൂറോസിറ്റിയിലായാലും ഏത് പേരിലായാലും ഞാൻ ഇന്ന് ന്യൂയോർക്ക് സെഷനിൽ ന്യൂസ് കഴിഞ്ഞിട്ട് ഞാൻ ട്രേഡ് നോക്കുള്ളൂ. കാരണം ഇന്ന് മേജർ ന്യൂസ് ഒരുപാടുണ്ട്. അതായത് ന്യൂസിൻ്റെ കാര്യമൊക്കെ ഞാൻ അവസാനം പറഞ്ഞുതരാം. ഇന്ന് ലണ്ടനിൽ ഞാൻ എന്തായാലും ന്യൂസ് നോക്കുന്നില്ല, കാരണം ഒരുപാട് ന്യൂസ് ഉണ്ട്. ന്യൂസ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ട്രേഡ് ചെയ്യുള്ളൂ. ഇപ്പോൾ കറൻലി ഒരു പൊസിഷൻസ് ഞാൻ ഹോൾഡും ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ പൊസിഷൻസൊക്കെ ഞാൻ ഇന്നലെ തന്നെ സെൽ ഓഫ് ചെയ്തായിരുന്നു. സോ ഇതാണ് എൻ്റെ യൂറോസിറ്റിയിലേക്കുള്ള ഇന്നത്തെ പ്ലാന്. നമുക്ക് അടുത്തത് ഡോളറിൽ നോക്കാം. ഡോളർ നമ്മൾ ഇന്നലെ പറഞ്ഞു വ്യൂ ബെയറിഷ് ആയിരുന്നു. അതിൻ്റെ വൺ ഓഫ് ദ റീസൺ ഈ കാണുന്ന FEG തന്നെയായിരുന്നു. നമ്മൾ 2 FEGs ആയിരുന്നു ഇന്നലെ. ഇപ്പം നമ്മൾ യൂറോയിൽ 2 FEG ബുള്ളിഷ് FEG കണ്ടതുപോലെ നമുക്ക് ഡോളറിൽ 2 ബെയറിഷ് FEGs ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി ആ ബെയറിഷ് FEG തന്നെയാണ് മാർക്കറ്റ് ഇന്നലെ ഡൗൺ ആയിക്കുന്നത്. സോ ഞാൻ പറഞ്ഞ ഇന്നലെ മെൻഷൻ ചെയ്തിട്ട് കാര്യം, ഡോളർ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂറോസിറ്റി നമുക്ക് ബൈസ് നോക്കാന്നുള്ളത്. അപ്പോൾ ഡോളർ ഇന്നലെ വീണ്ടും വീണിട്ടുണ്ട്. യൂറോസിറ്റിയിൽ ബൈങ് വീണ്ടും നടന്നിട്ടുണ്ട്. പിന്നെ ഇത് ഡോളർ ഇപ്പോൾ റിവേഴ്സ് ആവുമെന്നുള്ള ഒരു സൈൻസ് ഒന്നും ഇതുവരെ ടിൽ ദിസ് മൊമെന്റ് ഡോളർ തന്നിട്ടില്ല. ഐ ആം സ്റ്റിൽ ബെയറിഷ് ഓൺ ഡോളർ. ഈ കാണുന്ന ഒരു FEG, ഈ കാണുന്ന ഒരു ബെയറിഷ് FEG ഡോളർ ഒരു ബുള്ളിഷ് IFEG ആക്കിയാൽ മാത്രമേ ഇനി ഇവിടെ ബൈ ആക്ഷൻ നോക്കണതിൽ അർത്ഥമുള്ളൂ. സോ ഇനി ഈ ബെയറിഷ് FEGയിൽ വീണ്ടും സെല്ലേഴ്സ് സ്റ്റെപ്പിനായി കഴിഞ്ഞാൽ ഡോളർ വീണ്ടും ഷോർട്ട് ആവും, യൂറോസിറ്റി വീണ്ടും കണ്ടിന്യൂസ്ലി അപ്പർ മൊമെന്റ്സും പോകുന്നതായിരിക്കും. സോ നമുക്ക് നോക്കാം വരുന്ന മണിക്കൂറുകൾ എങ്ങനെയാണ് മാർക്കറ്റ് ടേൺ ഔട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഓരോ സെഷൻ കഴിയുന്നതോറും നമുക്ക് ഓരോ പുതിയ സോൺസും പുതിയ ലിക്വിഡിറ്റീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ മാർക്കറ്റ്. അപ്പോൾ ഇങ്ങനത്തെ സോൺസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ കൺസീപ്സിൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഇതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഞാൻ ഇന്നലെ അപ്ഡേറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളായിരുന്നു ഇതെല്ലാം. അതുപോലെ നമ്മൾ പോസിബിൾ മൊമെൻറ്റോ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ ടെലിഗ്രാം ചാനൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ടെലിഗ്രാം ചാനലിലെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിലെ ബയോ ചെക്കൗട്ട് ചെയ്താൽ മതി. ഇവിടെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ടെലിഗ്രാമിൽ പോയി കറൻസി ബീപ്സ് അക്കാഡമി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറൻസി ബീപ്സ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതാണ് ടെലിഗ്രാം ചാനൽ, നോക്കി തന്നെ ജോയിൻ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോളർ നമ്മൾ പറഞ്ഞു. സോ നെക്സ്റ്റ് ഗോൾഡ്. ഫൈനലി ഗോൾഡിൽ എൻ്റെ ഇന്നത്തെ പേഴ്സണൽ വ്യൂ ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇന്നലെ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2 പോസിബിൾ ലോങ് എൻട്രീസ് ആണ് ഇന്നലെ പറഞ്ഞു വെച്ചത്. അതിൽ ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞ ഏരിയ ഞാനതിപ്പോൾ ഇന്നലത്തെ ഞാൻ മാർക്ക് ചെയ്ത് കളഞ്ഞായിരുന്നു. ഞാൻ ഇന്നലെ ഒന്നുകൂടെ പ്ലോട്ട് ചെയ്യാം. ഇന്നലെ പറഞ്ഞ ഏരിയ ഇതായിരുന്നു. ഫസ്റ്റ് പോസിബിൾ ഏരിയ ഇതായിരുന്നു. ഈ ഒരു ഏരിയയാണ് ഞാൻ ആദ്യം പറഞ്ഞു തന്നല്ല. ഇവിടെ നിന്നൊരു ബൈ എൻട്രി നമുക്ക് നോക്കാമെന്നുള്ളത്. പക്ഷേ ഇന്നലെ വിചാരിച്ച പോലെ ബൈയേഴ്സ് അവിടെ സസ്റ്റെയിൻ ആവാത്ത കാരണം ബൈ എൻട്രീസ് ഒന്നും നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഞാൻ ടെലിഗ്രാം ചാനലിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഒരു 4:30 ഇന്ത്യൻ ടൈം 4:30 ആയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈയേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞ ഏരിയയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ ബൈസ് നോക്കുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ അത് വിചാരിച്ച പോലെ തന്നെ ബയേഴ്സ് വിചാരിച്ച പോലെ സസ്റ്റെയിൻ ആയില്ല. അവർ നല്ല സ്ട്രഗിളിംഗ് ആയിരുന്നു. സെല്ലേഴ്സാണ് അവിടെ ജയിച്ചത്. ബട്ട് എന്നാലും നമ്മൾ സെല്ല് ചെയ്തിട്ടില്ല, കാരണം നമ്മുടെ പ്ലാൻ അവിടെ ബൈ ചെയ്യലാണ്.
എന്നിട്ട് അടുത്തതായിട്ട് നമ്മൾ നോക്കിയ ഏരിയ ഈ ഒരു ലോ ആയിരുന്നു. ഈ ഒരു ലോയിൽ അത് ഇന്നലത്തെ ഇതിൽ തന്നെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ലോ ആയിരുന്നു അത്. അവിടെ വന്നിട്ടുള്ള മാർക്കറ്റിൻ്റെ ഒരു ആക്ഷനിൽ ബയേഴ്സ് സസ്റ്റെയിൻ ചെയ്തു. ഏകദേശം ഈ ഒരു ഹൈ വരെ മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ഹൈയുടെ അടുത്ത് വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ മാർക്കറ്റ് വീണ്ടും ബെയറിഷായി. സോ വാട്ട് ഈസ് നെക്സ്റ്റ്? ഞാൻ അടുത്തതായിട്ട് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത് ഷോർട്ട് ആണ്. അതായത് ഇനി വരുന്ന മണിക്കൂറുകൾ ഗോൾഡ് ബെയറിഷ് ആവാനുള്ള ഒരു പ്രോബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. എൻ്റെ പേഴ്സണൽ വ്യൂ പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നല്ലെങ്കിൽ ഈ കാണുന്ന ഈ ഒരു ഏരിയ എന്നായിരിക്കും ഞാൻ അടുത്ത ഷോർട്ട് മൊമെൻറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ 2 ഏരിയാസ് ആയിരിക്കും ഞാൻ ക്ലോസ്ലി വാച്ച് ചെയ്യുക. ഇതിലേതെങ്കിലും ഒന്നിലും ബെറ്ററായിട്ട് സെല്ലേഴ്സ് സ്റ്റെപ്പിനായി കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി ഗോൾഡ് ഷോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതാണ് എൻ്റെ ഗോൾഡിലേക്കുള്ള ഇന്നത്തെ ട്രേഡ് പ്ലാന്. ആൻഡ് ഫൈനലി നമുക്ക് ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് USD തന്നെ 4 മേജർ ന്യൂസ് ഉണ്ട്. അത് ന്യൂയോർക്ക് ടൈം 3:15 3:30 ഉള്ളത് ഇതെല്ലാം. അപ്പോൾ അതും 4 PMI റിലേറ്റഡ് ആണ്. ഫ്രഞ്ച് PMIയും അതായത് പർച്ചേസിങ് മാനേജേഴ്സ് ഇൻഡെക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫ്രഞ്ചും ഉണ്ട്, ജർമ്മനും ഉണ്ട്. യൂറോ റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് എല്ലാം വരുന്നത്. സോ ഈ ടൈമിൽ ട്രേഡിങ് ഒഴിവാക്കുക. ഞാൻ നോക്കണമെങ്കിൽ ഈ ഒരു 3:30 കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ട്രേഡ് നോക്കാൻ ചാൻസ് ഉള്ളൂ USDയിലൊക്കെ. പിന്നെ ഡോളറിലേക്ക് വരുമ്പോൾ 8:30 ന്യൂയോർക്ക് ടൈം 8:30 9:45 ഉണ്ട്. 8:30 അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. മാർക്കറ്റിൽ നല്ലൊരു എന്താ പറയുക നല്ലൊരു മൊമെൻ്റ് ഉണ്ടാക്കും. വോളറ്റിലിറ്റി കൂടും. സോ ഞാൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ട്രേഡ് നോക്കുന്നുള്ളൂ. ഇൻ കേസ് എൻ്റെ ട്രേഡ് പ്ലാൻ എനിക്ക് 1 ഹവറിലോ 4 ഹവറിലോ ആണോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഹോൾഡ് ചെയ്യും. അതെൻ്റെ പേഴ്സണൽ വ്യൂ ആണ്. ഞാൻ അങ്ങനെ ആയിരിക്കും എൻ്റെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളെല്ലാം വെക്കുക. എന്തായാലും ഞാൻ നോക്കട്ടെ. ഞാൻ എന്തെങ്കിലും പ്ലാൻസിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ പേഴ്സണലി നിങ്ങളുടെ അടുത്ത് പറയണത് ട്രേഡ് ഒഴിവാക്കാൻ തന്നെ പറയുള്ളൂ. നമുക്ക് ഓൾറെഡി ഈ ആഴ്ച അത്യാവശ്യം നല്ല ട്രേഡുകളൊക്കെ കിട്ടി. നമ്മുടെ ടെലിഗ്രാം ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. നമുക്ക് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നല്ല ട്രേഡുകൾ കിട്ടി. ഇന്നലെ മാത്രമേ ട്രേഡ് എടുക്കാത്തതായിട്ടുള്ളൂ. ട്രേഡ് ഒന്നും കിട്ടിയില്ല. ഇന്നലെ ഇരുന്നിട്ട് പോലും നല്ല ട്രേഡ്സ് ഒന്നും കിട്ടിയില്ല. ബട്ട് തിങ്കളും ചൊവ്വ നല്ല ട്രേഡ് കിട്ടി. അപ്പോൾ ഇന്ന് ട്രേഡ് നോക്കണ്ടെന്നേ ഞാൻ പറയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റത്തെ ഈ ഫ്ലാഷ് മാനുഫാക്ചറിങ് PMI ഇതുകൂടെ കഴിഞ്ഞിട്ട് ട്രേഡ് നോക്കണമായിരിക്കും ബെറ്റർ. സോ ദാറ്റ്സ് ഫോർ ടുഡേ. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇന്നലെ നിങ്ങൾക്ക് ICT മലയാളത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ലേണിംഗ് സീരീസ് ഉണ്ട്. ICT കൺസെപ്റ്റ്സ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു ലേണിംഗ് സീരീസാണ്. അപ്പോൾ ഓരോരോ ICT റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മളോട് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് നമ്പർ 10 റിലീസായിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലെ കമ്മ്യൂണിറ്റിയിലോ, ഇവിടെ ഓരോ കമ്മ്യൂണിറ്റി ഉണ്ട് കമൻറ്റ് സെക്ഷനിലോ, ഇവിടെ വന്നാലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മൾ റീപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് ഇസ് ഫോർ ടുഡേ. അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസ് നാളെ വെള്ളിയാഴ്ചയാണ്. ഈ വീക്കിൽ അവസാനത്തെ ട്രേഡിംഗ് ഡേ ആണ് നാളെ. അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് നാളെ കറൻസി പിപ്സ് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. സൈനിങ് ഓഫ് ഹൗസ് ഫ്രം കറൻസി പിപ്സ്.